എല്ലാവർക്കും നമസ്കാരം. റഷ്യാബാറിൻ്റെ മുഖാമുഖമെന്ന പിക്കളിൻ്റെ നമുക്ക് കിട്ടിയ ഓർഡറിൻ്റെ ക്ലാസ്സായിരുന്നു. ക്ലാസ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് എങ്ങനെ ബിസിനസ് ചെയ്യാം, ക്വാണ്ടിറ്റി കൂടുതൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ക്ലാസ്സാണ് നമ്മളിവിടെ പാചകം കാണിച്ചത്. ഇന്നത്തെ നമ്മുടെ അച്ചാർ ചെറുനാരങ്ങ മുഴുവനായിട്ട് വെളിച്ചെണ്ണയിൽ വാട്ടിക്കൊണ്ട് ഉണ്ടാക്കിയ ഒരു അച്ചാറാണ്. പ്രിസർവേറ്റീവ് ഒന്നും ചേർത്താതെ എല്ലാവർക്കും ആരോഗ്യമെന്ന ചിന്തയോടുകൂടി റഷ്യാബാർ മുഖാമുഖം എന്ന ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഉപയോഗപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളിലൂടെ വരുന്ന ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്നെ ബിസിനസ് കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഇതിനോടൊപ്പം പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമ്മൾ ഉലുവയാണ് ഇടുന്നത്. 16 കിലോ ചെറുനാരങ്ങയുടെ പാചകമാണ് കാണിക്കുന്നത്. ഒന്നിലും വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല, പൊടിച്ചെടുക്കുന്നതായതുകൊണ്ട് നമുക്ക് ഉലുവയും കടുവൊക്കെ വെളിച്ചെണ്ണയും ഇല്ലാതെ തന്നെ ചൂടാക്കി. തീ എപ്പോഴും ശ്രദ്ധിക്കണം, കരിയാതെ നല്ല വലിയ ചൂടായിരിക്കണം. ചൂടാക്കി കടുകും പൊട്ടി എന്നാൽ പകുതി വേറെ കടുകും പാടുള്ളൂ. കാരണം അതിന് ചെറിയൊരു പച്ചപ്പോട് കൂടി ആയിരിക്കണം നമുക്ക് ആ കടലിൽ അരച്ചെടുക്കാനുള്ളതാണ്. ഉലുവയും കടുകും പൊടിച്ചെടുക്കാനുള്ളത്. അല്പസമയം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടെ അത് നമുക്ക് ചൂടായിട്ട് ഇരിക്കുമ്പോൾ ആ കടുക് മെല്ലെ പൊട്ടിത്തുടങ്ങും. അപ്പം നമ്മൾ ചട്ടി ഓഫ് ചെയ്യും. അത് നമുക്ക് പൊടിക്കാനുള്ളതാണ്. ഈ കടുക് ഉലുവയും നമുക്ക് പൊടിക്കാനുള്ളതാണ്. അപ്പോൾ അത് എണ്ണയൊന്നും ഇല്ലാതെയാണ് നമ്മളത് വറുത്ത് വെച്ചിട്ടുള്ളത്. ഇഞ്ചി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത് അരയ്ക്കുന്നത് ചൊറുക്കലാണ്. ഇഞ്ചി പേസ്റ്റ് ആക്കുന്നത് വെള്ളം ഒഴിച്ചിട്ടല്ല, ചൊറുക്കലാണ് പേസ്റ്റ് ആക്കുന്നത്. അതുപോലെ വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അല്ലാണ്ട് പേസ്റ്റ് ആവാൻ പാടില്ല, ചെറിയ രീതിയിൽ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ എപ്പോഴും വേപ്പില നമ്മൾ തണ്ടോടുകൂടിയാണ് വെട്ടിയിടാറ്. ഇന്ന് നമ്മൾ ഊരിയിട്ടാണ് വേപ്പില വെച്ചിട്ടുള്ളത്. അതുപോലെ 1.5 കിലോ പച്ചമുളക്, 1/2 കിലോ സാധാ മുളക് പൊടി വെച്ചിട്ടുണ്ട്. അതിൽ കാശ്മീരി ചില്ലി 250 ഗ്രാം ഉണ്ട്. കൂടാതെ മഞ്ഞൾപ്പൊടി 200 ഗ്രാം മഞ്ഞൾപ്പൊടി ഉണ്ട്. ഉലുവപ്പൊടി 200 ഗ്രാം ഉണ്ട്. കൂടാതെ നമുക്ക് എണ്ണയും വെളിച്ചെണ്ണയും കൂടെ കൂടിയിട്ട് 1.5 കിലോ നാരങ്ങ വാട്ടാനുള്ള 1.5 കിലോ ഉണ്ട്. ഏകദേശം നമ്മുടെ നാരങ്ങ 16 കൂടാതെ തന്നെ നമുക്ക് ഒരു 7 കിലോളം ഐറ്റം ഇവിടെ വേറെയുണ്ട്. ചെറിയ നാരങ്ങ കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. 1 കിലോക്ക് ഒരു 50 മേലേക്ക് നമ്മുടെ ചെറുനാരങ്ങ ഉണ്ടാവും. അത് കഴുകി തുടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉലുവയും കടുകും പൊടിക്കാനുള്ളതാണ്. അത് പൊടിച്ച് കൊണ്ടുവരുന്നതിന് ബാക്കിയുള്ള പരിചയത്തോളം. ഓക്കെ, 1.5 കിലോ എണ്ണയും വെളിച്ചെണ്ണയും കൂടി നമുക്ക് 1.5 കിലോ ആണ് ആവശ്യമുള്ളത്. അത് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഊരി വെച്ചിട്ടുള്ള വേപ്പിലിടാം. ഇലയിലൊക്കെ വെള്ളമുണ്ട്, വെള്ളത്തിന് അടിച്ചു പോകുന്നത് വരെ ആയിക്കോളൂ. അത് നമുക്ക് അതിലേക്ക് അതിലേക്ക് മുളകിടാം. മുളക് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, മുളക് പൊട്ടും. ചൂടാകുമ്പോൾ എപ്പോഴും മുളക് ചെയ്യണം. അതിന് എണ്ണയിലേക്ക് കുത്തി നിൽക്കുന്ന ഭാഗത്തേക്കാൾ കൂടുതൽ അത് മണം കുത്തി എടുക്കണം. ചെറിയ കനങ്ങോട് കൂടി ഇറങ്ങി പോയി.
ഇത് പച്ചമുളകും വേപ്പിലയും കൂടെ നമ്മൾ വെളിച്ചെണ്ണയിൽ വാട്ടിയ പേസ്റ്റാണ്. ഈ പേസ്റ്റ് അരച്ചിരിക്കുന്നത് ചൊറുക്കൊഴിച്ചാണ്. ചൊറുക്കൊഴിച്ചാണ് നമ്മൾ അരയ്ക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ച് ചൂടുവെള്ളമൊഴിച്ചോ അരയ്ക്കാൻ പാടില്ല. ഞാനിലേക്ക് നമ്മൾ മുളകിൻ്റെ പേസ്റ്റ് ഇടാൻ പോവാം. പേസ്റ്റ് ഇട്ടു. പച്ചമുളകാണ് അരച്ചിട്ടുള്ളത്. അപ്പം അത് എരിവാണ്. അതിലേക്ക് എരിവ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കാശ്മീരി 1/2 കിലോ എടുത്തിട്ടുണ്ട്. അതിന് എരിവ് കുറവാണ്. അപ്പോൾ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് അത് നൂറായിട്ട് കൊടുക്കണം. പൊടി ഏകദേശം മഞ്ഞക്കളറിലുണ്ട് അല്ലേ? അപ്പോൾ നമുക്കൊരു 250 ഗ്രാമാണ് മഞ്ഞപ്പൊടി ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ 200 ഗ്രാം ഇട്ടാൽ മതിയോ? മുളക് പൊടി അധികം ഒരു 1/2 കിലോ അല്ല. ഇതിൽ കുറച്ച് നമുക്ക് എരിവുള്ളതാണ്. അത് കുറച്ച് ഇട്ടാൽ എരിവൊക്കെ നോക്കിയുണ്ടോ? ഉലുവപ്പൊടി നമ്മൾ കടുകും ഉലുവപ്പൊടിയാണ് ഇട്ടത്. അതിലേക്ക് 2 മിക്സായി പൊടിച്ചിട്ടുള്ളതാണ്. കടുക് പരിപ്പല്ല, കടുകും ഉലുവ പൊടിച്ചിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ പകുതി ഭാഗം ചേർത്ത് കായപ്പൊടി നമ്മൾ 100 ഗ്രാമിൻ്റെ. കല്ലുപ്പ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു അല്ലേ? എപ്പോഴും ഉപ്പ് കൂടരുത്. ഇടയ്ക്കിടയ്ക്ക് ഉപ്പിട്ടുണ്ട്. അപ്പോൾ ഒരു പാകത്തിന് അത് കല്ലുപ്പ് ഇടുന്നപ്പോൾ പോയിട്ടാവുന്നു. ഇനി നമുക്കതിനെ നല്ല മൂപ്പിച്ചെടുക്കാം. നമ്മളുണ്ടാക്കുന്ന അച്ചാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്രേവിയാണ്. അത് അതിൽ ഫിഷ് കറി വെച്ചാലും ഒരു ചിക്കൻ കറി വെച്ചാലൊക്കെ ഗ്രേവി ആയിരിക്കും എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യും. ഇതിൽ ചെറുതായിട്ട് കണ്ടാ ആ വെളുത്തുള്ളിയൊക്കെ ചെറിയ നമ്മൾ പേസ്റ്റ് ചെയ്താണെങ്കിലും ചെറുതായിട്ട് അറിയാത്തതിനെ കിടക്കുമ്പോൾ പ്രത്യേക ഭംഗിയാണ്. നല്ലെണ്ണ ഒഴിച്ചു. ചെറുനാരങ്ങ 16 കിലോ ചെറുനാരങ്ങയാണ്. പിന്നെ അത് എണ്ണയിൽ തന്നെ വാടും. നമ്മൾ ഈ പേസ്റ്റിലേക്ക് ചൊറുക്കൊഴിച്ചു ലൂസാണ്. അതിൻ്റെ ഗ്രേവി ആക്കി ഒന്ന് ലൂസാക്കി ലൂസാക്കിയതാണ്. ചൂട് തിളപ്പിച്ചാറിയ ഉപ്പിട്ട വെള്ളം.
ലെമണിൻ്റെ ജ്യൂസ്. അത് കുറച്ചും കൂടി വെള്ളം നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പുണ്ട് വെള്ളത്തിൽ കേട്ടോ. 5 ഉപ്പിച്ച് കൊടുക്കുക. 1.5 കിലോ പച്ചമുളക്, 2.5 കിലോ ഇഞ്ചി, 250 നമ്മൾ കടുക്, ഉലുവ, 54 കിലോ. അങ്ങനെ കണക്കൂട്ടി വരുമ്പോൾ എല്ലാവരും വെള്ളം ഒരു 3 ലിറ്റർ വെള്ളം നമ്മൾ തിളപ്പിച്ച് പൊഴിച്ചു. കൂടാതെ ഉപ്പ് ഏകദേശം 1.5 കിലോളം. ചോർക്കര പുളി അനുസരിച്ച് നാരങ്ങ പുളി അനുസരിച്ച് ഉപ്പിടാം, കല്ലുപ്പിടാം. അപ്പോൾ അച്ചാർ നമ്മൾ പാചകം കഴിയുമ്പോൾ തൊട്ട് നോക്കുമ്പോൾ ഉപ്പായിരിക്കണം മുൻപ് നിൽക്കുന്നത്. ഉപ്പ് കൂടുതലാണെന്ന് തോന്നിയിട്ട് വേണം അത് ഓഫ് ചെയ്യാൻ. നാളേക്ക് വരുമ്പോൾ അതിൻ്റെ പുളിയൊക്കെ ചുക്കര പുളി ഇതിൻ്റെയൊക്കെ പുളിയൊക്കെ ഇറങ്ങി നാളെ നമുക്ക്